വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലെയും 14-ാം അധ്യായത്തിലെയും 144,000 വിശുദ്ധന്മാർ ഉൽപ്രാവണം പ്രാപിക്കും എന്നതിന് വചനമുണ്ടോ? താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാം. വെളിപ്പാട് 7-ഉം 14-ാം അധ്യായങ്ങളിലെ 144,000 വിശുദ്ധന്മാർ ഒന്ന് തന്നെയാണ്. അത് പറഞ്ഞിരിക്കുന്നത് താഴ്ത്തു നോക്കാം. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. വെളിപ്പാട് 14:1. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. 7-ാം അധ്യായത്തിൽ പറഞ്ഞ അതേ ആൾക്കാർ തന്നെയാണ് ഇവിടെ എന്നാണ് പറയുന്നത്, മുദ്രയിട്ടവർ. പിന്നെ അടുത്ത വായിക്കാം. ഈ 144,000 വിശുദ്ധന്മാർ ഉൽപ്രാവണം പ്രാപിക്കുന്നവരാണ് എന്ന് തെറ്റായി വിശ്വസിക്കുന്ന ചിലരുണ്ട്. അതിനാലാണ് ഈ ഫയൽ ഉണ്ടാക്കുന്നത്. ഈ അധ്യായം വായിച്ചു നോക്കിയാൽ ഈ വിശുദ്ധന്മാർ രക്തസാക്ഷികളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വെളിപ്പാട് 14:1 തന്നെ ഈ 144,000 പേർ യേശുക്രിസ്തുവിനോട് കൂടെ സിയോൻ മലയിൽ കാണുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് അവർ ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഇത് അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ 2-ാം പകുതി സമയമാണ്. ഭാവി കാലത്തെ ഒരു പ്രവചനം കൂടിയാണിത്. അന്തിക്രിസ്തുവിൻ്റെ 2-ാം പകുതിയുടെ സ്റ്റാർട്ടിങ്ങിലാണ് 144,000 പേര് യേശുക്രിസ്തുവിനോട് കൂടെ കാണുന്നു എന്ന് പറയുന്നത്. അതിനുശേഷവും ഈ 144,000 പേരെ കുറിച്ച് വെളിപ്പാട് പുസ്തക ചിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. നെബൂഖദ്നേസർ മുതൽ നിത്യ വരെ എന്ന ചിത്രം കാണുക, അതൊന്ന് നോക്കാം. ഇവിടെ കാണുന്ന 6 മുദ്ര കഴിയുമ്പോഴാണ് 144,000 പേരെ മുദ്രയിടുന്നതായിട്ട് പറയുന്നത്. അപ്പോഴും അന്തിക്രിസ്തുവിൻ്റെ കാലം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് അന്തിക്രിസ്തുവിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ പറയുന്ന പോയിന്റിലാണ് യേശുക്രിസ്തുവിൻ്റെ കൂടെ ഈ 144,000 പേര് കാണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ സമയത്ത് അവർ മരിച്ചു കഴിഞ്ഞു എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് പുനരുദ്ധാനം വരുമ്പോൾ, അതായത് പുനരുദ്ധാനം വരുന്നത് ഈ പോയിന്റിലാണ്, ഇവിടെയാണ് പുനരുദ്ധാനം. അതായത് എല്ലാ ക്രോധകലശങ്ങളും സകല കഷ്ടങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുനരുദ്ധാനം വരുന്നത്. ആ സമയത്ത് ഈ പുനരുദ്ധാനത്തിൽ ഈ 144,000 പേരും ഉണ്ടാകും. ആ പുനരുദ്ധാനത്തിൽ വരുന്നവർ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് യേശുക്രിസ്തുവിൻ്റെ കൂടെ സിയോൻ മലയിലുണ്ടാവും, യെരുശലേമിൽ. അതിനുശേഷം അന്ത്യവിധി കഴിഞ്ഞിട്ട് ഈ അന്ത്യവിധി വരുമല്ലോ, ആ അന്ത്യവിധി കഴിയുമ്പോഴും ഈ 144,000 പേര് എവിടേക്കാണ് പോകുന്നത്? പുതിയ ഭൂമിയിലെ പുതിയ യെരുശലേമിൽ വരുന്നതായിട്ടുള്ള സിയോൻ പർവ്വതത്തിലാണ്. അവിടെയും യേശുക്രിസ്തുവും പിതാവിനോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടേക്കാണ് ഈ 144,000 പേര് പോകുന്നത്. അധ്യായം 14-ലോ വെളിപ്പാട് പുസ്തകത്തിലെ മറ്റു വചനങ്ങളിലോ ഉൽപ്രാവണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിലെ വിവരണങ്ങളെല്ലാം വളരെ കൃത്യമായ സമയക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. 20-ാം അധ്യായത്തിൽ പുനരുദ്ധാനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. വെളിപ്പാട് 20:5. അത് നമുക്ക് നോക്കാം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുദ്ധാനം. അവിടെയാണ് 1-ാമത്തെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് വായിക്കാം. ഈ സമയത്ത് പുനരുദ്ധാനം നടന്നതിന് ശേഷം ഉടനെ തന്നെ ഉൽപ്രാവണവും ഉണ്ടാകുമെന്ന് സുവിശേഷങ്ങളിലും വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളിലും കാണുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും അതുപോലെ തന്നെ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിലും വിശുദ്ധ പൗലോസ് അത് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്രാവണം ഉണ്ടാകുമെന്ന് തന്നെ പറഞ്ഞിരിക്കുക. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നും കൂടി യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതായത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്ത് ഉൽപ്രാവണം ഭാവിക്കുന്നവർ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണെന്നാണ് യേശുക്രിസ്തു അവിടെ പറയുന്നത്. ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഉണ്ടാകുക തന്നെ ചെയ്യും. പക്ഷെ ഇവർ പറയുന്നത് പോലെ എല്ലാവരും കൂടി ഇതേ ആകാശത്തേക്ക് പൊങ്ങിപ്പോയി, ഇതേ ലക്ഷക്കണക്കിന് ആൾക്കാർ പൊങ്ങിപ്പോയി എന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല. അതാണ് ആ വചനങ്ങൾ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് 14-16 കാണുന്ന രക്തസാക്ഷിത്വം വരിക്കുന്ന വിശ്വാസികളെക്കാൾ മുൻപ് തന്നെ വെളിപ്പാട് 14:1 കാണുന്ന 144,000 പേർ ഭൂമിയിൽ മരണത്താൽ മാറ്റപ്പെട്ടവരാണ് എന്ന് കാണാം. വെളിപ്പാട് 14:16 നോക്കാം. മേഘത്തിലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് രക്തസാക്ഷികളായിത്തീരുന്ന വിശുദ്ധന്മാരെക്കുറിച്ചാണ് ഈ കൊയ്ത്തിനെ പറ്റി പറഞ്ഞേക്കുന്നത്. മുൻപ് പറഞ്ഞ പോലെ വെളിപ്പാട് പുസ്തകത്തിലെ വിവരണങ്ങളെല്ലാം വളരെ കൃത്യമായ സമയക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അന്തിക്രിസ്തുവിൻ്റെ അവസാന ദിവസത്തിന് മുമ്പ് വരെ ഉൽപ്രാവണമില്ല. വെളിപ്പാട് 14:1 കാണുന്ന 144,000 പേർ ആദ്യം തന്നെ, എന്ന് വെച്ചാൽ വെളിപ്പാട് 14:16 രക്തസാക്ഷിത്വം വരിക്കുന്ന വിശ്വാസികൾക്കാൾ മുമ്പ് തന്നെ ഭൂമിയിൽ നിന്ന് മരണത്താൽ മാറ്റപ്പെട്ടവരാണ്, അതായത് രക്തസാക്ഷികളായവരാണ്. അതിനാൽ തന്നെ
പുനരുത്ഥാനത്തിന് ശേഷമുള്ള ഉൽപ്രാവണത്തിൽ 144,000 പേർ ഉണ്ടാവുകയില്ല. അവർ യേശുക്രിസ്തുവിനെ പോലെ തന്നെ രക്തസാക്ഷികളാകുന്നവരാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ വരുന്ന രക്തസാക്ഷികൾ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് 20:4-6 അതിൽ നോക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവരിയ്ക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. പിന്നെ പറയുന്നത് 6-ാം വാക്യം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അതാ ചിത്രത്തിൽ നമ്മൾ കണ്ടത്. പുരോഹിതന്മാരായിട്ട് വാഴുന്നതെന്ന് പറയുന്നത് 144,000 പേര് ഇവരെ ഈ കൂട്ടത്തിലുണ്ടെന്ന് അർത്ഥം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ രക്തസാക്ഷികൾ ഭാഗ്യവാനും വിശുദ്ധനാകുന്നു എന്ന് നേരത്തെ വായനത്തിൽ കണ്ട് നമ്മൾ വായിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ളൊരു വിശദീകരണം. ഇപ്പോൾ നമ്മൾ പ്രത്യേകം നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14-ാം അധ്യായത്തിൽ ആദ്യം പറഞ്ഞ 144,000 പേര് അന്ത്യക്രിസ്തുവിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്വർഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ കാണുന്നു എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ അവർ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടോ യഥാർത്ഥത്തിൽ? അവർ റെസ്റ്റ് ഇൻ പീസ് എന്നുള്ള സ്ഥലത്ത് യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാവർക്കും നിദ്രയല്ല, ചിലർക്ക് ജോലികൾ ഏൽപ്പിച്ചു. യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് മോശയും ഏലിയാവും യേശുക്രിസ്തുവിന് ഒരു മലയിൽ പ്രത്യക്ഷനായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ജോലിയില്ലേ? അതുപോലെ അബ്രഹാമിനെ പറ്റി പറയുന്നത് അബ്രഹാമിന് ജോലിയുണ്ട്. കാരണം അബ്രഹാം ഇപ്പോഴും നിദ്രയിലല്ല, സ്വർഗത്തിൽ ദൈവം ഏൽപ്പിക്കുന്ന പോലെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അബ്രഹാം എൻ്റെ ദിവസം കാണാൻ ആഗ്രഹിച്ചു, ഇപ്പോൾ കണ്ടു മരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അബ്രഹാം അവിടെ ഉറക്കത്തിലല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ തന്നെയായിരിക്കും ഈ 144,000 പേര്. അവർ അങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ പഴയ നിയമ പുതിയ നിയമ വിശ്വാസികളെക്കാൾ ശ്രേഷ്ഠന്മാരാണ് എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്.